ചെറുപുഴ പാണ്ടിക്കടവിലെ കൂത്തൂർ നാരായണൻ വൈദ്യർ 95-ാം വയസ്സിലും താളിയോലയിൽ എഴുതിയ കൃഷ്ണപ്പാട്ടുകൾ വായിച്ച് നാട്ടുകാരെ വിസ്മയിപ്പിക്കുന്നു. 8-ാം വയസ്സിൽ തുടങ്ങിയ ഇദ്ദേഹത്തിന്റെ വായന ഇന്നും തടസ്സമില്ലാതെ തുടരുകയാണ്. പ്രായാധിക്യം മൂലം ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും കണ്ണാടിയുടെ സഹായമില്ലാതെയാണ് കൂത്തൂർ നാരായണൻ വൈദ്യരുടെ താളിയോലയിൽ എഴുതിയ കൃഷ്ണപ്പാട്ട് വായന. ഓണവുമായി ബന്ധപ്പെട്ട ഓർമ്മകളിൽ സ്വന്തമായി കൃഷി ചെയ്ത നെല്ലും പച്ചക്കറികളും കൊണ്ട് ഉണ്ടാക്കിയിരുന്ന സദ്യയെക്കുറിച്ചും വിളമ്പുന്ന ക്രമങ്ങളും അദ്ദേഹം ആവേശത്തോടെ പറയുന്നു. കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പോയിക്ക് ഒരു വെള്ളരിക്ക കൈപ്പൊക്കെ എല്ലാം അതെല്ലാം സ്വന്തം കൃഷി ചെയ്തിട്ട് എടുക്കുന്നതാണ്. ഇപ്പം പിന്നെ നട ഉണ്ടാകുന്നില്ല, നട്ടാലുണ്ടാകുന്നില്ല. നടനിപ്പം ഏടി നടയില്ല. എല്ലാ കറിയും ഉപ്പേരി വെള്ളപ്പേരി കറുപ്പേരി എല്ലാം എടുക്കും. പക്ഷെ ഓണത്തിന് എല്ലാ വിശേഷ ദിവസങ്ങളും അച്ഛന്റെ പ്രാർത്ഥനയും പൂജകളും ഒക്കെയായി ആരംഭിക്കുന്നുവെന്നും അത് കുടുംബത്തിന് വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും മകൻ രാജേഷ്. ഈ വീടിന്റെ സമീപത്തൊക്കെ കണ്ടമായിരുന്നു. ഇപ്പൊ കണ്ടത്തുനിന്ന് നമുക്കിവിടെ കൃഷി ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഈ നെല്ല് തന്നെ എടുത്തിട്ടാണ് ഇവിടെ പ്രധാന വിശേഷ ദിവസങ്ങളിലൊക്കെ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ അമ്മയാണെങ്കിലും അത് അമ്മയുടെ കാലം മുതൽ അമ്മ കൃത്യമായിട്ട് അത് കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പം നമ്മള് എനിക്ക് തോന്നുന്നു ആ ഒരു ശ്രദ്ധ കൊണ്ട് തന്നെ എൻ്റെ വൈഫും ഒക്കെ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ ഇപ്പം ആ പഴയ കാലത്തിന്റെ ഒരു അച്ഛൻ്റെ ആ ഒരു ശ്രദ്ധ കൊണ്ടായിരിക്കാം എല്ലാവരും അതൊരു കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതൊരു ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് തോന്നുന്നു. ഇപ്പൊ നമ്മൾ എന്ത് വിശേഷ ദിവസങ്ങളിലാണെങ്കിലും അച്ഛൻ കൃത്യമായിട്ട് പൂജ മറ്റു കാര്യങ്ങളൊക്കെ അച്ഛൻ്റെതായ രീതിയിൽ രാവിലെ നടത്തി എല്ലാം അങ്ങനെ ഒരു തുടക്കമാണ് കാണുന്നത്. അപ്പം നമ്മുടെ മനസ്സിലാണെങ്കിലും സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഓണത്തിന്റെ ഓർമ്മകളെയും പഴയകാല ജീവിതത്തിന്റെ രസക്കുറിപ്പുകളെയും തലമുറകളിലേക്ക് പകർന്നു നൽകുകയാണ് കൂത്തൂർ നാരായണൻ വൈദ്യർ. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.